ലോകം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് താൻ അനുഭവിക്കുന്നതായ കഷ്ടതയെ കാണുമ്പോൾ ദൈവജനം കാണുന്നത് എപ്രകാരമെന്നറിയാമോ? ഇതിനകത്തൂടെ ഞാൻ കടന്നുപോയി കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം എനിക്ക് ലഭിക്കുവാൻ പോകുന്നതായ ജീവന്റെ കിരീടമായിരിക്കും. അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, believers should focus on the eternal. നിത്യമായതിലേക്ക് ദൈവജനത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടത. ലോകത്തിൻ്റെ കാഴ്ചപ്പാട് പരിമിതമാകുമ്പോൾ ദൈവജനത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവരെ നിത്യമായതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. എന്ത് ചെയ്യുന്നത്? പലപ്പോഴും പരീക്ഷ, അവരുടെ ജീവിതത്തിലെ പരീക്ഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, യോബിൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞു, യോബിൻ്റെ സുഹൃത്തുക്കൾ വന്ന് അവൻ അനുഭവിക്കുന്നതായ കഷ്ടതകൾ അവൻ്റെ ജീവിതത്തിലെ എന്തോ കുറവശങ്ങൾ കൊണ്ട്, അവൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ അവസ്ഥകൾ കൊണ്ട് കടന്നു വന്നതാണ് എന്ന് പറഞ്ഞ്, എന്നാൽ യോബ് ഇതിനാൽ ഒന്നും പാപം ചെയ്തില്ല. യോബിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ യോബ് കഷ്ടതയുടെ കല്ലലി മധ്യത്തിൽ അവൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ അവൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് നിത്യമായതിനായിരുന്നു. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിതവിടെ കാണോ എന്തായിരുന്നു യോബിൻ്റെ വീക്ഷണം കഷ്ടതയുടെ നടുവിൽ. ഒന്ന് വായിച്ചാട്ടെ. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 25-ഉം 26-ഉം വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. യോബിൻ്റെ പ്രത്യാശ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ചുറ്റുവട്ടത്തുള്ളവർ വന്ന് പരിമിതമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് ഇവനെ കുറ്റപ്പെടുത്തിയപ്പോൾ യോബിൻ്റെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. യോബ് പറയുന്നത്, ഞാൻ ദേഹസഹിതനായിട്ട് അവനെ കാണുന്ന ഒരു സമയം വരും. നോക്കണമേ, അതാണ് വിശ്വാസികളുടെ കാഴ്ചപ്പാട്. കഷ്ടതയെക്കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടതായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇപ്രകാരമായിരിക്കണം. നിത്യമായതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ കടന്നു വരുമ്പോൾ ലോകത്തിൻ്റെ വീക്ഷണം അനുസരിച്ച് നമ്മുടെ ചിന്താഗതിയെയും നമ്മുടെ കാഴ്ചപ്പാടിനെയും അതിനകത്തു നിന്ന് ചുരുക്കാതെ യോബ് ദർശിച്ചതുപോലെ നാമും ദർശിക്കണം. എന്താണ് യോബ് ദർശിച്ചത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ എന്നെ എന്തു ചെയ്യും? ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായിട്ട് അവനെ കാണുമെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഇറ്റേണൽ ഹോപ്പ്. നിത്യമായ പ്രത്യാശയത ദൈവജനത്തിന് ഉണ്ടാകേണ്ട പ്രത്യാശ എന്ന് പറയുന്നത് അത് നിത്യതയെ പറ്റിയുള്ളതായ ഒരു പ്രത്യാശയായിരിക്കണം. അല്ലാതെ ഈ ലോകത്തിൽ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞതുപോലെ പ്രതികൂലം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നവരല്ല ദൈവജനം. പിന്നെയോ നമുക്കുള്ളതൊരു പ്രത്യാശയാണ്. യോബിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 2 കൊരിന്ത്യരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണി അല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്കും മീതെ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
അത് നമ്മുടെ ശരീരങ്ങളിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ കഴിഞ്ഞ കാല ഭക്തന്മാർക്കുണ്ടായിരുന്ന ഒരു പ്രത്യാശ എന്തായിരുന്നെന്നറിയാമോ? അവർക്ക് നിത്യതയെ പറ്റി, സ്ഥിരമായ ഒരു ഭവനത്തെ പറ്റി ഉള്ളൊരു വലിയ പ്രത്യാശ അവരെ നയിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പലരും പ്രതികൂലത്തിൻ്റെ മുമ്പിൽ തകർന്നു പോകുന്നത് എന്താണെന്നറിയാമോ? അവർക്ക് ഇയ്യോബിനെ പോലെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് പോലെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യാശയുടെ ജീവിതം അവർക്കില്ല. പലപ്പോഴും പരിമിതമായ ചിന്താഗതികളിലും പരിമിതമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് അവർ കഷ്ടതയെ അഭിമുഖീകരിക്കുവാനായിട്ട് പോകുമ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? ജീവിതത്തിൽ തകർച്ച സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. 2 കൊരിന്ത്യരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്താണ് പറയുന്നത്? നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം ആത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ. അപ്പോൾ കഷ്ടതയ്ക്ക് പിന്നിൽ, കഷ്ടത കൊണ്ടുള്ളതായ ഒരു ഉപകാരം, അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നതിലൂടെ ഉള്ളതായ ഒരു നേട്ടം പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? അത്യന്തം അനവധിയായി ഞങ്ങൾക്ക് തേജസ്സിൻ്റെ നിത്യഘനം കിട്ടുവാൻ, മഹത്വമേറിയ തേജസ്സിന് ഞങ്ങൾ പാത്രീഭൂതരായി തീരുന്നതിനു വേണ്ടി ഈ കഷ്ടത ഒരു മുഖാന്തരമായിട്ട് തീരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവജനം കഷ്ടത വരുമ്പോൾ നമുക്കെന്തുണ്ടാകണം? നമ്മുടെ കാഴ്ചപ്പാട് നിത്യതയിലേക്ക്, അല്ലെങ്കിൽ നിത്യമായതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇന്ന് പലപ്പോഴും വിശ്വാസികളും പ്രൈസലോ എന്ത് ചെയ്യുന്നെന്നറിയാമോ? പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിത്യമായതിലേക്കല്ല, താൽക്കാലികമായതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? താൽക്കാലിക ഭോഗങ്ങൾ അനുസരിച്ച് താൽക്കാലികമായ വസ്തുവിലേക്ക് പ്രൈസലോ ഹല്ലേലൂയ ശ്രദ്ധയൂന്നുമ്പോൾ, ഹല്ലേലൂയ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്നറിയാമോ? പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വീണു പോകുവാനായിട്ടിടയായിത്തീരും. നാം എന്താ ചെയ്യേണ്ടത്? പ്രതികൂലങ്ങളുടെ മധ്യേ നമ്മളുടെ നോട്ടം, നമ്മുടെ കാഴ്ചപ്പാട് നിത്യമായതിലേക്കായിരിക്കണം, അല്ലെങ്കിൽ നിത്യതയിലേക്ക് ആയിരിക്കണം. അബ്രഹാമിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നതെന്നറിയാമോ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഇട്ടതുമായ ഒരു നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. അതാണ് പഴയ നിയമ ഭക്തന്മാരുടെ പ്രത്യേകത. അവരുടെ പ്രത്യാശ താൽക്കാലികമായ ഈ ലോകത്തിലായിരുന്നില്ല. അവരുടെ പ്രത്യാശ നിത്യമായ ഒരു ഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശയായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതികൂലം കടന്നു വന്നിട്ടും, പ്രതിസന്ധികൾ കടന്നു വന്നിട്ടും അവരാരും ക്ഷീണിച്ചു പോയില്ല. ക്ഷീണിച്ചു പോകാത്തതിൻ്റെ കാരണം ആ കഷ്ടതയുടെ മധ്യത്തിൽ അവരുടേതായ ചിന്താഗതി, അവരുടേതായ കാഴ്ചപ്പാട് നിത്യമായതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരുന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ പെട്ടെന്ന് വായിച്ചാട്ടെ. ആ ആ ആ ആ കണ്ടോ, ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ ദൈവജനം എങ്ങനെയാണ് കഷ്ടതയെക്കുറിച്ചുള്ള ദൈവജനത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്നാണ് ഇവിടെ വീണ്ടും പറയുന്നത്. അവിടെ പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധ്യത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. നോക്കണമേ, കഷ്ടത സഹിഷ്ണുതയെയും
സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നെന്നാണ് പറയുന്നത്. സന്തോഷിക്കുന്നു. നോക്കണമേ, കഷ്ടത സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമാശീലമുള്ളവരാക്കി മാറ്റുന്നു. പിന്നതെന്ത് ചെയ്യുന്നു? സിദ്ധതയെയും ഉളവാക്കുന്നു. സിദ്ധത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചില ഇംഗ്ലീഷ് വേർഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ക്യാരക്ടർ എന്നുള്ള വാക്കാണ്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നു. ക്ഷമാശീലം, കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ക്ഷമിക്കുവാൻ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി പഠിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷമിക്കുവാൻ മാത്രമല്ല പഠിക്കുന്നത്, അവൻ പിന്നെന്ത് ചെയ്യുന്നറിയാമോ? അത് ആ വ്യക്തിയുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിന്, അവൻ്റെ സ്വഭാവത്തെ ക്രമപ്പെടുത്തുന്നതിന്, ക്ഷമ കൊണ്ട് ക്ഷമിക്കുവാൻ. ഉദാഹരണത്തിന് ക്ഷമയില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നം വന്നു, വിശ്വാസിയാണ്, പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റത്തില്ല. പണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവവചനം പറയുന്നു ക്ഷമിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ക്ഷമയെന്ന് ആ ഒരു സ്വഭാവം തൻ്റെ ജീവിതത്തിൽ താൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ സ്വഭാവ വൈകൃതത്തിലൂടെ മാറ്റമുണ്ടായി, സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നു. അങ്ങനെ മാറി വരുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു എന്തുണ്ടാകുന്നു? പ്രത്യാശ ഉളവാക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഒന്നൊന്നിനോട് കണക്റ്റാണ്. കഷ്ടത സഹിഷ്ണുതയോട് കണക്റ്റാണ്, സഹിഷ്ണുത സിദ്ധതയോട് കണക്റ്റാണ്. സിദ്ധത എന്തു ചെയ്യുന്നെന്നറിയാമോ? പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പോൾ കഷ്ടങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളിട്ടതായ ഒരു നഗരം നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത്, കഷ്ടത സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കും. അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകുവാനിടയാകുന്നു. ആ പ്രത്യാശയെ പറ്റിയാണ് പ്രൈസ് ഹല്ലേലൂയ. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കാണാത്തതായ ഒരു കാര്യത്തെ പറ്റിയുള്ളതായ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ നൽകുന്നതാണ് കഷ്ടത എന്ന് പറയുന്നത്. പിന്നെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, കഷ്ടത വരുമ്പോൾ ലോകക്കാരെന്ത് ചെയ്യുമെന്നറിയാമോ? പെട്ടെന്ന് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? അവരെന്ത് ചെയ്യുമെന്നറിയാമോ? സ്വയമായിട്ട് പ്രൈസ് ഹല്ലേലൂയ സ്വയപര്യാപ്തതയിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമായിട്ട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് വെളിയിൽ വരുവാനായിട്ട് ലോകക്കാർ ശ്രമിക്കും. അതായത് പ്രൈസ് നാം പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ച് പ്രൈസ് നമ്മുടെ കഷ്ടതകളിൽ പ്രൈസ് നാം സ്വയം എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്, അതിനെ നേരിടുവാനായിട്ട് നാം ശ്രമിക്കരുത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രം വെക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ പ്രതികൂലം തന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം വിവേകത്താലോ നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിനാലോ നമ്മുടെ സ്വന്തം കഴിവിനാലോ ഇതിനെ നേരിടുന്നതിന് വേണ്ടിയല്ല ദൈവം നിന്റെ ജീവിതത്തിൽ കഷ്ടത തന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം. അങ്ങനെ ദൈവത്തിൽ മാത്രം നമ്മുടെ ആശ്രയം വെക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത തന്നത്.
അതുകൊണ്ട് നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. കാരണം പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ നാം എന്താകും? സ്ഥിരോത്സാഹികളും ക്ഷമിക്കുവാൻ കഴിയുന്നവരുമാക്കി നമ്മെ മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ സ്വഭാവത്തെ കർത്താവ് രൂപീകരിക്കുന്ന ഒരു മേഖലയാണ് പ്രതികൂലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നാം അതിനെ കാണേണ്ടത്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മെ തകർത്തു കളയുന്നതിന് വേണ്ടിയല്ല, പിന്നെയോ നമ്മെ പണിയപ്പെടുന്നതിന് വേണ്ടിയാ, നമ്മുടെ സ്വഭാവത്തെ പണിയപ്പെടുന്നതിന് വേണ്ടി, നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പ്രത്യാശയിൽ നാം ഉറയ്ക്കുന്നതിന് വേണ്ടി. ദൈവജനത്തിന് ഉണ്ടാകേണ്ടതായ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? കഷ്ടതയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രത്യാശയിൽ നമ്മൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരണം എന്നുള്ളതാണ്. പ്രത്യാശയിൽ നിറഞ്ഞവരായിരിക്കണം എന്ന് ദൈവം എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. എന്താണ്? എന്നാൽ ലോകം കഷ്ടതയെ നേരിടുന്നത് അങ്ങനെയല്ല. വളരെ പെട്ടെന്ന് ഉടനടി ഇതിനകത്തുനിന്ന് ഒരു റിലീഫ് ലഭിക്കണമെന്നാണ് നമുക്ക് ലോകം ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നാമും കഷ്ടതയെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്തുനിന്നൊരു റിലീഫ് നമുക്കുണ്ടാകണം എന്നാണ് നാമും ആഗ്രഹിക്കുന്നത്. ലോകം അതിനകത്തുള്ളതായ ദൈവിക പദ്ധതിയോ ദൈവിക ഉദ്ദേശങ്ങളെയോ ഒന്നും മനസ്സിലാക്കുവാനായിട്ട് അവരെന്ത് ചെയ്യത്തില്ല? ഒരുങ്ങത്തില്ല. കഷ്ടതയുടെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവജനത്തെ സംബന്ധിച്ച് ദൈവത്തിനൊരു പ്ലാനിങ് ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാ. പലപ്പോഴും നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം കഷ്ടത നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. യാക്കോബിന്റെ അതെ, നോക്കണമേ. അവിടെ പറയുന്നത് ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമായിട്ടെന്നാ പറഞ്ഞത്. അപ്പോൾ ആർക്കാണ് പരീക്ഷ കടന്നു വരുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആർക്കാ പരീക്ഷ കിട്ടുന്നത്? വിശ്വാസികൾക്കാണ് ഇവിടെ പരീക്ഷ. വിശ്വാസി അല്ലാത്തവർക്ക്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലം നിന്ന് എങ്ങനെയും ഉടനടി അതിനകത്തു നിന്ന് റിലീഫ് ലഭിക്കുവാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവജനം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഗോഡ് ഈസ് ടെസ്റ്റിംഗ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തെയാണ് ദൈവം പരീക്ഷിക്കുന്നത്. അപ്പോൾ ഓർക്കുക, വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിലെ പ്രതികൂലത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഇവിടെ വ്യക്തമാക്കുന്നു. എന്താണ്? എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കണം. അതാണ് ദൈവം. എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ പ്രതികൂലം നൽകുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. അതിൻ്റെ അടുത്ത ഭാഗത്ത് എന്താ പറയുന്നത്? സ്ഥിരത ഉളവാക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഞാനും നിങ്ങളും വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരാണോ
എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, സ്ഥിരത ഉളവാക്കുന്നതിന് വേണ്ടി God is testing our faith. നമ്മുടെ വിശ്വാസത്തെ അവൻ എന്ത് ചെയ്യുന്നു? പരീക്ഷിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാകത്തില്ല. എന്നാൽ ദൈവജനം മനസ്സിലാക്കണം, ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, ഈ പ്രതിസന്ധിയുടെ പിന്നിൽ ഇതിനകത്തൂടുള്ളതായ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തുവാ, ദൈവത്തിൻ്റെ പ്ലാൻ എന്തുവാ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ദൈവജനം മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ദൈവം പ്രതികൂലങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം ഹല്ലേലൂയ എന്തിനാണ് പ്രതികൂലങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നതെന്നറിയാമോ? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കണ്ടോ, യാക്കോബ് പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. നോക്കണമേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. ഒരു കഷ്ടമല്ല, അനേക കഷ്ടങ്ങളിലൂടെ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും യഹോവ അവനെ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. അപ്പോൾ വിശ്വാസിയാണെങ്കിൽ പ്രതികൂലം കടന്നു വരത്തില്ല എന്ന് ആരെങ്കിലും പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വിശ്വാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സുഖമായി, എല്ലാം ക്രമമായി നടക്കും, ഒന്നിനും കുറവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നുള്ളതായ പഠിപ്പീര് അത് സാത്താന്യ പഠിപ്പീരാണ്. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമല്ല. പൗലോസ് പറയുന്നത്, കഷ്ടം അനുഭവിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പൗലോസ് പറയുന്നത് നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ ഷെയറിങ് ഹിസ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം പങ്കിടുന്നതിനായിട്ട്. കഷ്ടതയിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നാം ദൈവ മഹത്വത്തെ പങ്കിടുന്നവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.